അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആർത്തവകാലം ചേർത്തു നിർത്തലിൻ്റെ വിധി. സയ്യിദ് സ്വലാഹുദ്ദീൻ ബുഖാരി എഴുതിയ ലേഖനം. അടുത്തിടെ സുപ്രീം കോടതി ഒരു നിരീക്ഷണം നടത്തി. ആർത്തവകാലത്തെ ആരോഗ്യം മൗലിക അവകാശം എന്നു പറഞ്ഞുകൊണ്ടായിരുന്നു ആ നിരീക്ഷണം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരം ആർത്തവകാലത്തെ ആരോഗ്യ സംരക്ഷണം പെൺകുട്ടികളെ സംബന്ധിച്ച് മൗലിക അവകാശമാണെന്ന് വിധി. ഇതനുസരിച്ച് സ്കൂളുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ആർത്തവകാല ശുചിത്വം പരിപാലിക്കുന്നതിനും സ്വകാര്യത സംരക്ഷിക്കുന്നതിനും ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കണം. സ്കൂൾ തലങ്ങളിൽ പ്രത്യേക ടോയ്ലറ്റും വാഷിംഗ് സംവിധാനവും സോപ്പും അനുബന്ധ കാര്യങ്ങളുമൊക്കെ ഉറപ്പാക്കണമെന്നും അവ പെൺകുട്ടികൾക്ക് ഉപയോഗപ്പെടുത്തുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കണമെന്നുമാണ് കോടതിയുടെ നിർദ്ദേശം. കൂട്ടത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സംവിധാനങ്ങളെല്ലാം ഒരുക്കുകയും ഇതേക്കുറിച്ചുള്ള ബോധ്യം കുട്ടികൾക്ക് ഇല്ലാതെ പോവുകയും ചെയ്താൽ അതിൻ്റെ ഉപയോഗം കാര്യക്ഷമമാകില്ല എന്നതാണ്. പ്രത്യേകിച്ചും ആൺകുട്ടികൾക്കിടയിലും ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം അനിവാര്യമാണ്. ആർത്തവത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ ക്ലാസുകളിൽ കളങ്കരഹിതമായി നൽകാൻ അധ്യാപകർക്ക് സാധിക്കണമെന്നും സുപ്രീം കോടതി പറയുന്നു. ആധുനിക കാലത്തും സ്ത്രീകളുടെ ജൈവികമായ ഒരാവശ്യമായി ആർത്തവത്തെ ഗണിക്കുന്നതിൽ സമൂഹത്തിന് പരാജയമുണ്ട് എന്നാണ് ഇത് ബോധ്യപ്പെടുത്തുന്നത്. അജ്ഞാനകാലത്തെ പോലെ അസ്പൃശ്യതയെ താലോലിക്കുന്ന വിഭാഗങ്ങൾ ഇന്നുമുണ്ടല്ലോ. ഒരു പെണ്ണിന് മെൻസസ് ആയി കഴിഞ്ഞാൽ അവൾ മലിനയാണ്, അടുപ്പിച്ചുകൂടാ, കൂടെ ഇരിക്കാൻ കൊള്ളില്ല, കൂടെ കിടക്കാൻ പറ്റില്ല, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കരുത്, ഒന്നിച്ച് യാത്ര പാടില്ല, ഒരേ വീട്ടിൽ പോലും തങ്ങിക്കൂടാ എന്ന ആചാരവും വിശ്വാസവും വെച്ചു പുലർത്തുന്നവരെയും കാണാം. പഴയ കാലങ്ങളിലൊക്കെ തീണ്ടാരി ബാധിച്ചാൽ ചില മതവിശ്വാസികളായ സഹോദരിമാർ വീട് മാറി താമസിക്കുമായിരുന്നു. അയൽവാസികളായ മുസ്ലിം വീടുകളിലെ തിണ്ണകളിലൊക്കെ ഈ വിധം കഴിഞ്ഞിരുന്നവർ ഉണ്ടായിരുന്നു. ഇന്ന് കാലം മാറി, കഥ മാറി എന്ന് പറയുമ്പോൾ പോലും മാറ്റങ്ങളുടെ കാറ്റ് വീശാത്ത ഇടങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതല്ലെങ്കിൽ അസ്പൃശ്യതയുടെ നവമുഖങ്ങൾ ചിലരെങ്കിലും പ്രകടിപ്പിക്കുന്നു. കോടതിയുടെ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. സ്ത്രീകൾ സമൂഹത്തിൻ്റെ അർദ്ധഭാഗമാണ്. അവരുടെ ജൈവികമായ സ്വഭാവത്തിൽപ്പെട്ടതാണ് മെൻസസ്. അതുണ്ടാകുമ്പോൾ മാനസികമായും ശാരീരികമായും അവരെ ചേർത്ത് നിർത്തേണ്ടതുണ്ട്. ഇത് സമൂഹത്തിൻ്റെ കൂടി ബാധ്യതയാണ്. അത് ഉൾക്കൊള്ളാതെ പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇസ്ലാം പ്രചരിച്ച് കൊണ്ടിരിക്കുന്ന കാലം മദീനയിൽ വിശ്വാസികൾക്കിടയിൽ ഒരു സംശയം ഉയർന്നു വന്നു. ആർത്തവ സമയത്ത് സ്വന്തം ഭാര്യമാരെ വെടിഞ്ഞു നിൽക്കണമോ എന്നതായിരുന്നു സന്ദേഹം. കാരണമുണ്ട്. ജൂതവിഭാഗം ഈ വിഷയത്തിൽ കുറച്ച് കണിശക്കാരായിരുന്നു. അവർ പ്രാകൃത രൂപേണ രക്തകാലത്ത് സ്വന്തം ഭാര്യമാരെ മാറ്റി താമസിപ്പിച്ചു. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയോ ശയിക്കുകയോ ചെയ്തില്ല. ചിലർ ലൈംഗിക ബന്ധം തുടർന്നുവെങ്കിലും പ്രകൃതി വിരുദ്ധവും സ്ത്രീ വിരുദ്ധവുമായിരുന്നു അത്. സ്ത്രീകളുടെ മാനസിക നില അവർ തീരെ പരിഗണിച്ചില്ല. ഗുദരതിക്ക് ഇണകളെ നിർബന്ധിച്ചു. ഈ ഒരു ഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ ഈ വിഷയ സംബന്ധമായ വിധി പ്രഖ്യാപിച്ചു. സൂറത്തുൽ ബഖറയിലെ 222 വാക്യമാണ് ഈ വിധിയുമായി അവതീർണമായത്. പ്രസ്തുത വാക്യത്തിൻ്റെ ആശയം ഇതാണ്: ആർത്തവത്തെപ്പറ്റി അവർ ചോദിച്ചവരും പറയുക, ആർത്തവരക്തം അശുദ്ധമാണ്, അതുകൊണ്ട് ആർത്തവകാലത്ത് ഭോഗം വരുത്. അവർ ശുദ്ധിയായി കഴിഞ്ഞാൽ ആജ്ഞാപിക്കപ്പെട്ട വിധേനെ നിങ്ങൾക്ക് അവരെ സമീപിക്കാം. ആർത്തവകാലത്തെ സ്ത്രീ സമീപനം വളരെ കൃത്യമായി ഈ വാക്യം അറിയിക്കുന്നുണ്ട്. അഥവാ ആർത്തവരക്തം ഇസ്ലാമിക ദൃഷ്ട്യ മറ്റു രക്തങ്ങളെപ്പോലെ അശുദ്ധമാണ്. ശരീരത്തിലും വസ്ത്രത്തിലും ആയിക്കൂടാ. അഥവാ ആയാൽ കഴുകി വൃത്തിയാക്കണം. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് അകലം പാലിക്കണം. അതിന് ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധം ഉപേക്ഷിക്കണം. തീർത്തും ആരോഗ്യപ്രദമായ ഒരു നിർദ്ദേശമാണ് ഇവിടെ ഖുർആൻ അവതരിപ്പിക്കുന്നത്. ആർത്തവകാല ലൈംഗിക ബന്ധം സ്ത്രീകളെ സംബന്ധിച്ച് ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ആധുനിക പഠനങ്ങൾ തന്നെ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഫുജിയാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ലീ ഹോങ്ങിൻ്റെ നിരീക്ഷണം. അദ്ദേഹം പറയുന്നത്, നവീന പഠനപ്രകാരം
അശുദ്ധികാലത്തെ ലൈംഗിക ബന്ധം അണുബാധക്കും വിവിധതരം ഗൈനക്കോളജിക്കൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും എന്നാണ്. അണുബാധയുടെ കാര്യം ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ക്യാൻസർ വരെ വരാൻ ഇടയുണ്ട്. ആർത്തവകാലത്ത് ലൈംഗിക ബന്ധം ഉപേക്ഷിക്കണമെന്ന ഖുർആനിക ആജ്ഞ ശാസ്ത്രീയവും ശാരീരികവുമായ ഒന്നാണെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. മാത്രമല്ല, ഈ ഒരു ഘട്ടത്തിൽ പല സഹോദരിമാർക്കും പല മാനസിക ശാരീരിക പ്രയാസങ്ങളും അനുഭവവേദ്യമാവാറുണ്ട്. അതിനോട് അനുഭാവപൂർവം നിലപാട് എടുക്കേണ്ടവരാണ് പുരുഷന്മാർ. അവരുടെ മാനസിക ശാരീരിക അവസ്ഥ മനസ്സിലാക്കാതെയുള്ള ലൈംഗിക ബന്ധം പരസ്പര വെറുപ്പിനും അകൽച്ചക്കും മാത്രമേ കാരണമാകൂ. അതേസമയം ഈ ഘട്ടത്തിൽ സ്വന്തം ഭാര്യയെ തീരെ വെടിഞ്ഞു നിൽക്കാൻ പാടില്ല. ഇത് ഖുർആനിക ആജ്ഞയിൽ നിന്ന് മനസ്സിലാക്കാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിൻ്റെ വിശദീകരണം കൃത്യമായി സമൂഹത്തെ പഠിപ്പിച്ചിട്ടുമുണ്ട്. ലൈംഗിക ബന്ധമൊഴികെയുള്ളതെല്ലാം പറ്റുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. കർമ്മശാസ്ത്ര പണ്ഡിതർക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങൾ കാണാം. അൽ മഹീള് എന്ന പദത്തിന് ആർത്തവസ്ഥാനം അഥവാ യോനി എന്നും ആർത്തവകാലം എന്നും അർത്ഥമുണ്ട്. ഒന്നാമത്തെ വ്യാഖ്യാന പ്രകാരം ലിംഗയോനി ബന്ധം ഒഴികെ ഉള്ളതെല്ലാം പറ്റും, അഥവാ മറ്റുള്ള ആസ്വാദനങ്ങൾക്ക് തടസ്സം ഇല്ല. രണ്ടാമത്തെ വ്യാഖ്യാന പ്രകാരം മുട്ടുപുക്കളിൻ്റെ ഇടയിലുള്ള ബന്ധങ്ങൾ പറ്റുകയില്ല. മറ്റുള്ള ഭാഗങ്ങളിൽ പരസ്പരം എല്ലാ ആസ്വാദനങ്ങളും അനുവദനീയമാണ്. പരസ്പരം കൂടി ജീവിക്കണം എന്ന് തന്നെയാണ് ആജ്ഞയുടെ പൊരുൾ. അശുദ്ധി സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശിരസ് മടിയിൽ വെച്ച് അശുദ്ധി സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസ് മടിയിൽ വെച്ച് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ മുടി ചീകി കൊടുത്തിരുന്നു. ഒരിക്കൽ എന്തോ ഒരു വസ്തു എടുക്കാൻ പറഞ്ഞപ്പോൾ ബീവി പറഞ്ഞു, എനിക്ക് അശുദ്ധിയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത്, നിന്റെ കയ്യിനാണോ ആർത്തവം എന്നായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിക്കുന്നത് ആർത്തവകാലത്ത് സ്ത്രീകളെ സാധാരണ പോലെ ഗണിക്കണം എന്ന് തന്നെയാണ്. അതേസമയം അവരുടെ ശാരീരിക അവസ്ഥ പരിഗണിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും വേണം. ആർത്തവം അവസാനിച്ചാൽ ലൈംഗിക ബന്ധം നടത്താമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഈ കൽപ്പനയും സ്ത്രീ മനസ്സ് പരിഗണിച്ചുള്ളതാണെന്ന് പറയാം. മെൻസസ് പിന്നിട്ടാൽ സ്ത്രീകളെ സംബന്ധിച്ച് കാമവികാരവർദ്ധനവുണ്ടാകാം. അത് പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു നിർദ്ദേശം എന്ന് അനുമാനിക്കാം. യഥാർത്ഥ ചേർത്തു നിർത്തലാണ് വിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവതരിപ്പിക്കുന്നത്. ഇത്തരം ചേർത്തു നിർത്തലുകൾ ആധുനികം എന്നും പറയുന്ന ഇക്കാലത്തും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് കോടതി വിധികളിലൂടെ നാം തിരിച്ചറിയുന്നത്.